ശ്രേയസ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബേബി യെല്ലോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഗ്രാഫിക്സ് ഒക്കെ നോക്കടാ. ഓക്കെ, പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. The address is apartment 10, Euclidean Towers, and the keys under the plant pot. പ്ലാൻ ബോട്ടിനോട് കീ എന്തൊക്കെയാ പറയണത്? എനിക്ക് ഇങ്ങനത്തെ ഗെയിമാണ് എനിക്ക് ഇഷ്ടം. ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ നോക്കടാ. ഓക്കെ, ഇതെന്താ? കീ. അപ്പോൾ ഗൈസ്, ഇത് ആക്റ്റീവ് 1 ആണ്. ഇപ്പം നമ്മൾ ആക്റ്റീവ് 1 ആണ് കളിക്കുന്നത്. ഇതായിരിക്കണം മുട്ടക്കുട്ടൂസ്. ഓ, ഇപ്പോഴാണ് ഗെയിമിൻ്റെ പേരെഴുതി കാണിച്ചത്. ബേബി ഇനിയല്ലോ ലോഡിങ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു പരസ്യം വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഗൈസ്, ഈ നൈറ്റ് 1 ആണ്. ഈ നൈറ്റ് 3 വരെ ഉണ്ട്. എടാ, ഞാൻ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്. ഈ കുട്ടൂസിനെ ഞാൻ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, നൈറ്റ് 1. ഓ, ഒബ്ജക്റ്റീവ് കാണിക്കും മേളിൽ. ഫീഡ് ദ ബേബി, ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. ഇതല്ലേ ഫ്രിഡ്ജ്? തുറന്ന്. ഓക്കെ, ഇതാണ് ബോട്ടിൽ. കൊച്ചിന് ഇത് കൊടുക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഇടക്ക് നീ അപ്പിട്ട. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ടുപോയി വേണ്ടി എടുത്താൽ ഒരു മിനിറ്റ്. കക്കൂസൊക്കെ തുറക്കാൻ പറ്റുമോ? ഞാൻ ടെസ്റ്റ് ചെയ്ത് കേട്ടില്ലേ. ഓക്കെ, അവിടെ തന്നെ ഇല്ലേ? അവിടെ ഇരുന്നോ. ഞാൻ ആപ്പി മാറ്റണം എനിക്ക്. ചെറുക്കൻ അവിടെ പോയി. ദേ അവിടെ പോയി. എന്താണ് അതിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? മുനീറേ, കണ്ണു ചിമ്മ്. ഇവിടെ ഇരി. അവനെ സ്ലീപ്പ് ചെയ്യാൻ കൊണ്ടുപോകാനാണ് ഇവർ പറയുന്നത്. ഓക്കെ, മോണ്ട ഇങ്ങോട്ടാ. അതുകൊണ്ട് കണ്ണ് കണ്ട എനിക്ക് ഒരു കാണുമ്പത്തിന് പേടിയാണ്. സാധാരണ ഒരു കൊച്ചാണെങ്കിൽ കുഴപ്പമില്ല, ഇത് കണ്ട ഇവരെ. അവിടെ കട. ഓ, റീഡിങ് ചെയർ. ഇവനൊരു ഇത് വായിച്ചു കൊടുക്കാനായിരിക്കും. നമുക്കൊന്ന് നോക്കാം. ദ പ്രിൻസ് ആൻഡ് ദ ക്യാറ്റ് അക്രോസ് ദ ഷോർ ഇൻ ഡിസ്റ്റന്റ് ലാൻഡ്സ് വിത്ത് ഡാർക്ക് സ്റ്റാർസ്. ഞാൻ വായിച്ചോളൂല്ലേ. ഇപ്പൊ അതൊന്നും വായിക്കാൻ നേരമില്ല. പോ. ഈ പ്രിൻസിനെ കാരണം ഇഷ്ടപ്പെട്ടില്ല. ഇത് കേൾക്കാൻ ഭയങ്കര ക്രീപ്പി ആയിട്ടുണ്ട്. മാറിക്കട. ഉറങ്ങിയവൻ. ഓക്കെ, പുറത്തേക്കോട്ട് വായിലടക്കാനാണ്. ഉറങ്ങിക്കോട്ടെ, ആരും ശല്യപ്പെടുത്തിയത്. ഇപ്പൊ ഇവിടെ ടി വി ഒക്കെ ഉണ്ട. ഒരു മിനിറ്റ്. എടാ, പെട്ടെന്ന് ഇവിടെ എന്തോ കണ്ണ് പോലെ തോന്നി. ഗൈസ്, നിങ്ങളത് കണ്ടിട്ടുണ്ടായി പറയുക കേട്ടോ. ഇതൊരു കണ്ണ് പോലെ തോന്നി അവിടെ. ഓക്കെ, ഇത് കൊള്ളാം. ടോസ്റ്റി 4000 രൂപ. അല്ല, $46. ഓ, കൊള്ളാലാടെ. എനിക്ക് ഇത്രയും കാശാക്കും. കൊച്ചു കിടന്ന് കരയാണ്. ഒരു സെക്കൻഡ്. എടാ, ഇത് കണ്ടോ? കയ്യിൻ്റെ ഒക്കെ പാടാ അവിടെ. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. തനിയെ വാതിൽ തുറന്നു. കൊച്ചിയോടെ ഇല്ല കേട്ടാ. ഓ, അവൻ പരിപാടി തുടങ്ങി. ഞാൻ പരിപാടി തുടങ്ങി. സെറ്റില് ബേബിയാ. സെറ്റിങ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് പോവുക കേട്ടാ. അവിടെ കട. ഫുഡ് കറക്റ്റ് ഫ്ലഷ് കിട്ടായി. ഇനി കൊടുത്താലും റബ്ബർ ഉണ്ടാക്കി തട്ടിക്കൊഴിയാണ്. ഇവൻ എൻ്റെ മോനെ വരുന്ന കേട്ടല്ലേ. ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇരിക്കും. മുട്ടക്കുട്ടൂസൻ. നീ എന്നെ അമ്മാവനായിട്ട് കൂട്ടിക്കോ. ഞാനാണ് ഈ കൊച്ചിൻ്റെ അമ്മാവൻ. ഓക്കെ, ഞാൻ ടി വി ഇരുന്ന് ചില്ലൗട്ട് ചെയ്യാനാണ് ഇറങ്ങിയത്. ചില്ലൗട്ടിൻ്റെ സോഫ. എന്നാണ് ഈ പരസ്യം കാണാൻ മാത്രമാണ് ഞാൻ ടി വിയിലിരുന്ന്. ഞാൻ പോണു. എടാ, ഇത്
എന്താ സംഭവിച്ചത്? ലോഡിങ്. ഓ നൈറ്റ് 2 ആണ് ഗൈസ്. ഇപ്പോൾ ഒരു പരസ്യം വരുവേ. ഗൈസ് നൈറ്റ് 2. ദ ചൈൽഡ് ലാഫിംഗ്. ലുക്ക് ഇസ്ന്റ് ഇറ്റ് ഫണ്ണി? ഐ ടോൾഡ് യു നോട്ട് ടു ഡു ദാറ്റ്. ഓ അവർ അപ്പീറ്റൈറ്റ് ചെയ്തായിരിക്കും. ടോൾഡ് യു ടു നോ ദാറ്റ്. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അവർ അപ്പിടണം. അത് തന്നെ ആയിരിക്കും. ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിലെടുക്കാം. ഇത് ഇത് ആദ്യം മുതൽ ചെയ്ത കാര്യം തന്നെയല്ലേ? ഓക്കെ. എന്നിട്ട് ഫൈൻഡ് ദ ബോട്ടിൽ. തുറക്കാൻ പറ്റൂല. തുറക്കാൻ പറ്റൂ. ഇവിടെ തുറക്കാൻ പറ്റില്ല. എല്ലാം ഓക്കായി. അപ്പോൾ ഫൈൻഡ് ദ ബോട്ടിൽ എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടിൽ കണ്ടുപിടിക്കണം. ഇവിടെ പസിലാണ്. ഇവിടെ ഇവിടെ കിട്ടി. തുറക്കുമോ? ഇല്ലില്ല, എടുക്കണം. ഓക്കെ, ഇപ്പം തുറക്കാം. എടി ഇവിടെ വന്ന് ഇരുന്നാ ഇപ്പം സാധിക്കുക. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പ്രാന്ത് പിടിക്കും. ഇപ്പോഴത്തെ കക്കൂസിലൊക്കെ അറിയാലോ. ഓ രാപ്പി ഇത് മാറ്റുണ്ട്. രാപ്പിക്ക് കണ്ണോ? എനിക്ക് ചെറുക്കനെ സഹിക്കാൻ വയ്യ. അതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ്റെ രാപ്പി. ബാ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചു? ഓരോ മുറിയിലേക്ക് ചെല്ലുമ്പോഴവൻ അതേപോലത്തെ ആളായിട്ട് മാറിയാണ്. ഇത് കണ്ട ഇത് കസേര വെച്ച് ഒരു കൊച്ചിൻ്റെ അച്ഛനെ പോലെ ഇരിക്കണു. നല്ല കാര്യം. എന്താണ് തല കിടക്കണ നക്ഷത്രം? ഇവനിപ്പോ പറക്കൂലേ? അത് ഗൈസ് പെട്ടെന്നൊരു ഫോൺ വന്നതാണ്. നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടായി. കോൾ ബ്ലോക്കർ ഇട്ടിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിക്കും. സ്റ്റാർട്ടിങ് ട്രബിൾ. കളി തുടങ്ങുമ്പോൾ തന്നെയുള്ള ലാഗ്. 3GB റാമിൻ്റെ ഫോണും എന്തെങ്കിലും നടക്കൂടെ? ഓക്കെ, ഇപ്പം കുഴപ്പമില്ല. ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. എന്നെ ഇതാക്കല്. ലാഗ് ഗൈസ്. ഞാൻ ലാഗ് മാറിയിട്ട് വീഡിയോ തുടരാം. ഓക്കെ ഗൈസ്, ലാഗ് മാറിയിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറക്കാം. ഓ അത് കട്ട് ചെയ്ത് കാരണം ഇത് ഒന്നുകൂടെ റിവൈൻഡ് ആവും. അപ്പോൾ ബോട്ടിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടുക്ക്. ഇപ്പം അവിടെ ഇല്ല. ഇതാണ് പോസ്റ്റിലോട്. ഞാൻ പറഞ്ഞ തന്നെ പിന്നെയും പറയുന്നില്ല. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഇപ്പം എൻ്റെ ഊഹം തെറ്റില്ല. തുറക്ക്. ഇവിടെ ഇരിപ്പുണ്ടല്ലേ. ഞാൻ നാപ്പി മാറ്റാൻ പോയപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ഇപ്പം നാപ്പിക്ക് കൈയും കാലൊക്കെ മുളച്ചു വരും. ഗൈസ് എന്തായാലും ഞാൻ അവിടം വരെ ഒന്ന് എത്തട്ടെ. എന്തായാലും നമ്മൾ റിവൈൻഡ്. ഗൈസ് അപ്പം നമ്മൾ നാപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ട? ടേക്ക് ബേബി ടു ബെഡ്. എടാ ഒന്ന് കണ്ണ് കണ്ടായിരുന്നു നിങ്ങൾ? അത് ശ്രദ്ധിച്ചാ? ഓ ഭീകരമായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് ചെറിയ വീടാണ്. ഒളിക്കാൻ സ്ഥലം പോലും ഇല്ല. ഇവനെങ്ങനെ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, സ്റ്റോറി ബുക്ക്. സിറ്റ് ഡൗൺ ആൻഡ് റീഡ്. ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ്. നേരത്തെ പ്രിൻസ് ആൻഡ് ദ ക്യാറ്റ് ആയിരുന്നു. വെൻ ദ റാബിറ്റ് കെയിം ടു വിസിറ്റ് ദ പ്രിൻസ് സെഡ് ടൈം ടു പ്ലേ. എന്താണ് പേടിച്ച് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? എന്താണ് വേണ്ടേ? ഫ്ലഷ് കിട്ടി. നേരത്തെ ക്യാറ്റായിരുന്നു. അപ്പോൾ റാബിറ്റ്. അടി ഓടാ സാധനങ്ങൾ. പക്ഷേ ഈ വായിച്ചു പോകാൻ എനിക്ക് മേലെ. ഞാൻ അങ്ങോട്ട് പോയാണ്. എന്തേലും ഓട്ടെ. അത് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചുറങ്ങി കാണുമല്ലോ. ഉറങ്ങി. കോട്ട്. ഓക്കെ, ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ. വാച്ച് ദ TV ഓൺ ദ സോഫ. അല്ലേ അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, ഇവിടെ കണ്ട ഇവൻ എൻ്റെ പോലെ വരുന്നുണ്ടല്ലോ. റാബിറ്റ് പ്ലഷി. പോകട്ടെ. ഫൈനലി സം പീസ് ടു വാച്ച് TV. അവിടെ എന്താണ്
ഓക്കെ എന്തായാലും ഇൻട്രോ പോട്ടെ, ഇപ്പോൾ ഒരു പരസ്യം വരും. അപ്പോൾ ഗൈസ് ഇത് നൈറ്റ് 3 ആണ്. വാച്ച് ദ TV ഓൺ ദ സോഫ എന്നാണ് ഇവർ പറയുന്നത്. ചെറുപ്പം കിടന്നു ഇവന് എന്താ ചെയ്യേണ്ടത്? എവിടെ ഓ എന്തെങ്കിലും കഴിക്കാനാ? ഓക്കെ, അപ്പൊ കിച്ചണിൽ പോകേണ്ടി വരും. ടോസ്റ്റി ബേക്കർ വെച്ചോളാം, കഴിക്കാം. ടോപ്പിങ്സാ ചീസ് മാത്രം മതി, അത് മാത്രം മതി. ചീസ് ഇല്ലാത്ത സാൻഡ്വിച്ച് ഉണ്ടാവും. ഇവിടെ പൊട്ടിക്കറിക്കേ. ഓ ഇവിടെ ഹൊറാന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ. നമ്മളെ ചെകുത്താനാണ്, അവന് നമ്മളെ ഭക്ഷണം കൊടുക്കുന്നത്. ബോട്ടിൽ ഇവിടെ ജംസ്കെയർ ഉണ്ടാവും. കുപ്പിയിലോട്ടെ ഇവിടെ അതുപോലെ നമ്മൾ അധികം നേരം നിന്ന് ഐസായി പോകുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നത് എടാ വഴിയൊന്നും മനസ്സിലാവില്ല കേട്ടാ. എടാ ഇത് കണ്ട വഴിയൊന്നും മനസ്സിലാവില്ല. എന്താണ് വന്ന സ്ഥലത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കണേ? ആ എത്തിയെന്നാണ് പറയുന്നത്. ഓ കഴിക്കാൻ പറ്റിയതേക്കുള്ളായിരുന്നു. നമുക്കെന്തായാലും ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒന്നുമില്ല. പിന്നീട് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഐസിന്റെ കൂമ്പാരം മാത്രമല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ഗൈസ് എന്തായാലും കണ്ടുപിടിച്ചിട്ട് വരാവേ. ഗൈസ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓപ്പൺ. ഇതെന്താണ് ഇതിന്റെ കണ്ണൊക്കെ ഇങ്ങനെ? ഞാൻ ചെകുത്താനാണോ? ഓടാ. ഓക്കെ, ഇപ്പൊ സാധിക്കുമോ? ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് സാധിക്കും. ഓക്കെ അവിടെ കട. ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല. ജംസ്കെയർ പതിയൊക്കെ ചോദിച്ചേ ഉള്ളു. ഓ എന്തൊരു അനുസരണം. എടാ ഇവനെന്താ നോക്കണേ? അപ്പുറത്തേക്ക് ഓ ഹൊറർ സ്റ്റാർട്ട് ചെയ്യട്ടാ. ഹൊറർ സ്റ്റാർട്ട് ചെയ്ത് നേരാ. എടാ ഇവിടെ ജംസ്കെയർ കേട്ടാ. അയ്യോ എമർജൻസി. ഓ ഇതാണ് ഇട്ട് കൊടുക്കാൻ പേളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതാണ് നോക്കണം. എന്നെ പേടിയില്ലേ? ഓടായിട്ട് എടാ തെറിച്ചു പോയി. എടാ എടുക്കാനും അറിയില്ല. ഞാൻ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത്. നോക്കണേ എന്താ സംഭവം? ഇത് അനങ്ങാൻ പറ്റില്ല. കണ്ണൊക്കെ പെട്ടെന്ന് അങ്ങനെ മാറി. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മളൊരു കഥ വായിച്ചപ്പോൾ ആ പ്രിൻസിന്റെ കണ്ണുപോലെ തന്നെ ഇരിക്കണം ഇവന്റെ കണ്ണ്. എടുക്കും നാടി ഈ അവന് പ്ലാസ്റ്റിക് ടോയ് കൊടുക്കണം. എന്നാ അടക്കണം. നിങ്ങളത് ശ്രദ്ധിച്ച ഈ ബുക്കിലൊരു പ്രിൻസിന്റെ കഥയല്ലേ പറയണത്? ഈ പ്രിൻസിന്റെ കണ്ണും അവന്റെ കണ്ണും ഒരേ കണക്ക് തന്നെ ഇരിക്കണത്. നീ ശ്രദ്ധിച്ച പ്രിൻസിന്റെ കണ്ണ്? എനിക്ക് തോന്നേ ഈ പ്രിൻസിന്റെ ആത്മാവ് തന്നെ ആയിരിക്കും ഇവന്റെ ദേഹത്തന്ന്. അതെന്താ അവരിവിടെ അല്ലടാ എൻ്റെ കറക്റ്റ്. ഗുഡ് നൈറ്റാ ബാഡ് നൈറ്റ്. ഇതേ ഒരട്ടി ചെപ്പന്നുണ്ടല്ലോ. മടുത്തുപോയി. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആക്ട് 2 വേണ്ടി കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ്.